ഹലോ കൂട്ടുകാരെ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് ഇത് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം തൂരപ്പരിപ്പ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം വാർത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു നല്ല പഴുത്ത തക്കാളി വളരെ കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 4 പച്ചമുളക് നടുകെ കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ആ പരിപ്പിന് മുകളിലേക്ക് നിൽക്കത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. തീരെ വെള്ളം അതിൻ്റെ ഒപ്പത്തിനല്ല കേട്ടോ, കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കണം, എന്നാൽ ഒത്തിരി കൂടാനും പാടില്ല കേട്ടോ. അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് ഒരു ലേശം മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3-4 വിസിൽ നമുക്കൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് ഉടഞ്ഞ് വരുമ്പോഴാണ് ഈ ഒരു കറി കഴിക്കാൻ നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 3 വിസിൽ ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 3 വിസിൽ അടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിനു ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 6-7 വെളുത്തുള്ളി തൊലി കളഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 2 വറ്റൽമുളകും അതുപോലെ ഒരു ലേശം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടിയും വറ്റൽമുളകൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് ഇടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പിൻ്റെ മിക്സ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. പേർക്കൊക്കെ അറിയുന്ന കറി തന്നെയാണ്, നമ്മുടെ പരിപ്പ് കറിയാണിത്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു കറി ചിലപ്പോൾ അറിയാത്ത കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം മതി കേട്ടോ കഴിക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ ഒരു പപ്പടമോ കൊണ്ടോട്ടമുളകുണ്ടെങ്കിൽ പിന്നെ സംഭവം അടിപൊളി.